അപ്പം നമ്മൾ കളിക്കാൻ പോകുന്ന റൈവൽസ് ആണ്. കളിക്കുന്ന ഏതൊക്കെയാണ് കീ കൊടുത്തെടുക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് റൈവൽസ് കളിക്കുന്നതിന്റെ ഉള്ള ഒരു വീഡിയോ ആണ്. പിന്നെ ഏതൊക്കെ ഗെയിം കളിക്കാമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അതേപോലെ കളിക്കാം. ബാക്ക് ഗ്രൗണ്ട്, ഡ്രൈവിംഗ് എംപയർ ഒക്കെ ഞാൻ കളിച്ചതാണ്. അപ്പൊ നിങ്ങൾ പറയുന്ന പോലെ കളിക്കാം. അപ്പൊ നമുക്ക് റൈവൽസ് എങ്ങനെയാ കളിക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സ്കാരി ടവറൊക്കെ വേണമെങ്കിൽ നമുക്ക് കളിക്കാം. ഇപ്പൊ ഈ വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മൾ കേറിയിട്ടുണ്ട് റൈവൽസ്. ഓക്കെ, അപ്പൊ ഇത് രണ്ട് ഭാഗത്തായിരിക്കും. അല്ലെങ്കിൽ ഇതിൽ തീർക്കാൻ പറ്റുമോ നോക്കാം, അല്ലെങ്കിൽ രണ്ട് ഭാഗം. ഓക്കെ, അപ്പൊ നമ്മള് ഫോണിൽ നിന്ന് ഇവിടെ ആയിരിക്കും. ചില ഫോണിന് ഇവിടെ, ചില ഫോണിന് ഫോണിൽ നിന്ന് ഇവിടെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങളുടെ തുടക്കത്തിൽ ഇവിടെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും. നമ്മളത് ചെയ്യേണ്ടത് ഫ്രണ്ട് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്യേണ്ട അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ നമ്മൾ സ്പോൺ ആവല്ലോ. നമുക്ക് ഇവിടെ ബാക്കിൽ ഷൂട്ടിംഗ് റേഞ്ച് എന്നുണ്ട്, അതിലേക്ക് പോകണം. ഇതാണ് അതിലത്തെ ഫുള്ള് ഗണ്ണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഗണ്ണ് എടുക്കാം. നല്ല സ്നീപ്പർ എടുക്കുന്ന എനർജി ക്രിസ്റ്റൽസ് നമ്മുടെ കയ്യിലുള്ളതല്ല, നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ ഉള്ളത് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഷൂട്ടിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്പോൺ ആവുന്ന ഇവിടെ ഇരിക്കും. അല്ലെങ്കിൽ പുറത്തേക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ? അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് എയിമി കളിക്കാനുള്ള ആദ്യം തുടക്കത്തിൽ കയറുന്നവരാണെങ്കിൽ എങ്ങനെയാണ് എയിമി ഉണ്ട് അതിനെ കുറിച്ചൊക്കെയുള്ള പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ പഠിക്കണം. പിന്നെ ഓരോ ആൾക്കാരുണ്ടാവും പഠിക്കാൻ. ഇത് പഠിക്കണം. അങ്ങനെ കളിക്കാൻ പറ്റിയതാണ് അത്. അങ്ങനെ എല്ലാ വെപ്പണും നമുക്ക് ട്രൈ ചെയ്യാൻ, പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. അപ്പൊ നമ്മൾ നേരെ പോകണ്ട. അതായത് നമ്മുടെ സ്പോൺ ആവുന്നതിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകും. റൈറ്റ് സൈഡ് ഇത് പാസിന്റെ ആണ്. ഇത് ഞാൻ എടുത്തതാണ് ഓൾറെഡി. ഞാൻ 80 ലെവലെങ്ങാണ്ട് കഴിഞ്ഞു. ഇത്ര നമ്മൾ പാസിന്റെ ഫുള്ള് കംപ്ലീറ്റ് ആയിരുന്നു. ഇവിടം വരെയാണുള്ള. നമുക്ക് ഞാൻ പറഞ്ഞില്ല, എന്റെ നേരത്തെ കളിച്ചപ്പോ മോളെന്ന് പറഞ്ഞ സംഭവം. മോള് അതെ, ഇവിടെയാണ് മോള് കിട്ടുന്നത്. നമുക്ക് എടുത്താണ് ലെവലില്. അപ്പൊ ഇത് പാസിന്റെ അത്, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പാസിലേക്ക് വേണമെങ്കിൽ താഴെ കുറെ ഓപ്ഷൻ ഉണ്ട്. അതിനെ പറ്റി നമുക്ക് പറയുന്നുണ്ടോ? ഇവിടെ കുറെ ഓപ്ഷൻ ഉണ്ട്. അതിനെ കുറിച്ചും പറയാം. ഇനി ഇത് UGC സ്റ്റോപ്പ്. നമ്മുടെ റോബക്സ് ഉള്ളവർക്കാണെങ്കിൽ പറ്റും. റോബക്സ് എന്ന് പറഞ്ഞ ഈ സംഭവം അത് എല്ലാവർക്കും അറിയാതിരിക്കല്ലോ. അപ്പൊ അത് കൊടുത്തെടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് നിലവിൽ ഇതൊന്നും ഉണ്ട്. റോബക്സ് ഉണ്ട്, 45 റോബക്സ് അങ്ങനെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇതാണ് ഇവിടെ. പിന്നെ അടുത്തായിട്ട് നമ്മൾ പോകുമ്പോ ഈ സൈഡാണ്. ഇത് നമ്മുടെ വെപ്പൺസ് എന്ന് പറഞ്ഞ ഇവിടെ വെപ്പൺസ് നോക്കുന്നുണ്ടോ? RPG ഉണ്ട്. RPG അങ്ങനെ വെപ്പൺസ് ട്രൈ ചെയ്യാനുള്ള എടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കാൻ ഉള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് 3 സൈഡും പരിചയപ്പെട്ടു. ഇനി നമുക്ക് ഇങ്ങനത്തെ ഇതൊന്നും ആവശ്യമില്ല. ഇതൊന്നും ആവശ്യമില്ല. അപ്പൊ നമ്മള് ഇനി എങ്ങനെയാണ് കളിക്കുന്നത് അതിന്റെ ഒക്കെയാണ്. അപ്പൊ നമ്മള് ഇനി ഈ ടാസ്ക് ഡിവൈസ് അതേക്ക് നമ്മൾ അവിടെ നിന്ന് ഇവിടെ പോകണം. ഇങ്ങോട്ടൂടെ ഡിവൈസ് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഈ താഴത്തെ സാധനങ്ങൾ പരിചയപ്പെടും. ഓക്കെ, ഈ താഴെ അതായത് നമ്മുടെ ഒരു ടാമും എല്ലാം കിട്ടുമ്പോ, അതായത് ഒരു ഉണ്ട പോലത്തെ ഒരു സാധനം നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ആക്കുമ്പോൾ പരിചയപ്പെടുന്നതാണ്. അത് കംപ്ലീറ്റ് ആക്കുമ്പോഴാണ് ബാക്ക് വരിക. അതായത് 23 ഇതൊക്കെ എടുത്താൽ പിന്നെ ഇത് കാണൂല. അപ്പൊ നമ്മൾ ബാക്കിൽ പോയി യൂസ് ചെയ്താണ് ടാമ്.
എനിക്ക് നേരത്തെ കിട്ടിയേക്കുന്നതാണ് എടുക്കാതെ വെച്ചതാണ് എല്ലാം ചേർക്കുന്നത്. അപ്പൊ ബാക്ക് പോയി. ഇനി ഇത് വെപ്പൺസ് ഇതുണ്ട് 3 കാണിക്കുന്നത്. അത് 3 ടാസ്ക് ഉണ്ടാകാതെ ചെയ്താൽ പിന്നെ ഈ കിട്ടുന്നതാണ്. ഓക്കെ, ഇനി വെപ്പൺസിലേക്ക് അതാണ് ഇതിന്റെ മെയിൻ. വെപ്പൺസ് പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ കുറച്ച് ചാമ പറഞ്ഞല്ലോ, അതിൽ ഏതൊക്കെ കിട്ടുന്നതുകൊണ്ടാണ്. അങ്ങനെ കുറെ ചാമ കിട്ടും. പിന്നെ സ്പ്രേ അതിന്റെ ചാമ കിട്ടി. ക്രോസ് ബോൾ വേണ്ട. അടുത്ത ജംപാടിന്റെ അത് വാർക്ക് കിട്ടില്ല. ഓക്കെ, ഞാൻ അതെല്ലാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞു കൊണ്ടുവരാം. ഞാനിപ്പോ ഇതെല്ലാം കീ കൊടുത്തെടുത്തേക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഒരു ഓപ്ഷൻ പൊക്കത്ത് ക്യാരിയർ ഉണ്ട്. അതിന്റെ താഴെ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ, റിമോട്ടിന്റെ ഒരു പുതിയ കണ്ണിന്റെ ഓപ്ഷൻ, പിന്നെ നല്ല കണ്ണ്. ഓക്കെ, അത് നമ്മൾ റിമോട്ടിൽ ഒരു റിമോട്ടും കിട്ടുന്ന എനിക്ക് 2 ഉള്ളൂ. ഒന്ന് ഷിവറിങ്, ഒന്ന് ഷോൾഡർ വെസ്റ്റ്. വേറെ കുറെ ഉണ്ട്. ഇതുണ്ടോ, കുറെ ഉണ്ട്. ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലേ. എനിക്ക് 2 അപ്പൊ ഇതാണ് ഇമോട്ട്സ്. ഓക്കെ, അടുത്ത നല്ലതാണ്. ഇത് എടുത്തിട്ടില്ല, വേണമെങ്കിൽ എടുക്കാം. ഇത് ഞാൻ എടുക്കുന്നില്ല, പിന്നെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതെല്ലാം ലെജൻഡറി ആണ്. ഇതിന് കണ്ട കീ, ഇത് ഓരോ ടാസ്ക് കംപ്ലീറ്റ് ആക്കുമ്പോഴാണ് നമ്മുടെ ഈ കീ കിട്ടുന്നത്. പിന്നെ ഓരോ കോഡ് ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഓക്കെ, ഇതാണ് സംഭവം. ഇതാണ് ഇത്ര വരുന്നുണ്ട്. റൈഫിൾ, ബോ, ക്രോസ് ബോ, RPG, ഷോട്ട് ഗണ്ണ്, സ്നിപ്പർ, ബസ് റൈഫിൾ, ഗൺ ബ്ലേഡ്, എനർജി പിസ്റ്റല്, എനർജി റൈഫിൾ ആട്ടോ, ഗ്രനേഡ് ലോഞ്ചർ, ഫ്ലെയിം ത്രോവർ എന്ന് പറഞ്ഞ കുറെ സംഭവം ഉണ്ട്. മിനി ഗൺ, മെഷീൻ ഗൺ. ഓക്കെ, അങ്ങനെ കുറെ സംഭവമുണ്ട്. അപ്പൊ ഞാൻ എടുത്തത് ഏറ്റവും നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, അതായത് നമ്മള് ഇപ്പൊ അതായത് ഷോർട്ട് മാപ്പുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ബെസ്റ്റ് ഷോർട്ട് ഗൺ ആണ്. അതാകുമ്പം 2-3 വെടിക്കൊക്കെ കഴിയും. ഓക്കെ, ഇനി ദൂരം, അതായത് വലിയ മാപ്പാണെങ്കിൽ നമുക്ക് ഏറ്റവും അനുയോജ്യ സ്നിപ്പറാണ്. 75 കീ, അതായത് ഷോർട്ട് ഗണ്ണിന് 20 കീ ഉള്ളൂ. പിന്നെ ഇത് RPG, ഇതുകൊണ്ട് കളിക്കറിയണം. പക്ഷെ ഇതിന് ഉണ്ട കുറവാണ്. പക്ഷെ ഒരു വെടിക്കൊക്കെ നല്ല ഡാമേജ് ആണ്. പിന്നെ ക്രോസ് ബോ, ഇത് സ്നിപ്പറിന്റെ ചെറിയ മോഡല്. സ്നിപ്പറിനെക്കാട്ടി ഡാമേജ് കുറവായിരിക്കും. 2 വെടിക്ക് തീരും. ഹെഡ് ഷോട്ട് ആണെങ്കിൽ അങ്ങനെയൊക്കെ. അപ്പൊ അതാണിത്. അടുത്തത് ബോ. ഇത് വലിയ ഗുണമില്ല, കളിക്കറിയാവുന്നവർക്ക്. പക്ഷെ എനിക്കിത് ഇഷ്ടമില്ല. നെക്സ്റ്റ് അസിസ്റ്റ് റൈഫിൾ, ഇതെനിക്ക് ഇഷ്ടമില്ല. ഒറ്റപ്പടിക്ക് ആള് മുന്നിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് അടിക്കാനുള്ളൂ, വേറെ ഗുണമൊന്നുമില്ല. അടുത്തത് കുഞ്ഞു കണ്ണിന്റെ ആണ്. ഓക്കെ, കുഞ്ഞു കണ്ണെടുത്തു. ഇതിനകത്തുണ്ട് ഡാഗേഴ്സ്, ഇത് വലിയ കുഴപ്പമില്ല. പ്ലെയർ ഗണ്ണ്, ഇതിനൊക്കെ കീ വേണം കേട്ടോ. ഇതെല്ലാം ഇത് ക്യാഷ്, കട്ടാന, ചെയിൻസോ കട്ടാന, ഫിറ്റ്നസ് കയ്യ്, പിന്നെ നൈഫ്, ഇതൊക്കെ എടുക്കാൻ എടുക്കണം. പിന്നെ ഫ്രീസർ, ഗ്രനേഡ്, ഫ്ലാഷ് ബാക്ക്, ഇതൊന്നും വേണമല്ലോ. വേണമെങ്കിൽ ഇത് 25 കീ പോയി, എന്നാലും കുഴപ്പമില്ല. ഇതിന്റെ വാർക്ക് കിട്ടാൻ പിന്നെ അപ്പൊ ഇത്ര സംഭവമാണ് വരുന്നത്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ഗണ്ണെടുക്കുമ്പോൾ, ഗണ്ണോ എന്തെങ്കിലും ഗ്രനേഡോ എന്തെങ്കിലും താഴെ വരുന്ന ഓപ്ഷൻ ഉണ്ട്. താഴെ ഇവിടെ വരുന്ന ഓപ്ഷൻ സ്കിന്ന്, അത് സ്നിപ്പറിന്റെ ഓരോ ടൈപ്പ് സ്കിന്നാണ്. ഇതിന്റെ ഒരു പിന്നെ ഇവൻ ഹൊറിസോണ്ടൽ, അത് പിന്നെ സാധാ സ്നിപ്പറാണ്. ഇവിടെ ഇച്ചിരി മാറ്റം വരുന്നുണ്ട് കേട്ടോ. ഹൈപ്പർ സ്നിപ്പർ നോക്കട്ടെ, ഇങ്ങനെ കിട്ടാ. എന്താണ് മൈൻക്രാഫ്റ്റ്
പിക്സൽ. അടുത്ത് ജിഞ്ചർ സ്നിപ്പ്. ഇതിന്റെ പ്രത്യേകത ഇത് ഐ തിങ്ക് ഇത് കുഴപ്പമില്ല. ഇതൊക്കെ കോമൺ. ഇതാണ് ഏറ്റവും കൂടുതൽ. എനിക്ക് സ്നിപ്പറാണ് ഇപ്പോൾ ഉള്ളത്. സ്കിൻ അടുത്ത വാർപ്പ്, അതായത് നമ്മൾ കവർ ചെയ്യുന്നുണ്ടോ ഓരോരോ മോഡല് ഇങ്ങനെ ആക്കുന്നുണ്ടോ. ഇതാണ് സംഭവം. ഇതിങ്ങനെയാക്കാം, ഇങ്ങനെയാക്കാം. അതെ, പിന്നെ ഇത് കുറെ ഉണ്ട് വാർപ്പ്. എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഇതാണോ സ്കിൻ വാർപ്പ്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കുറെ സ്കില്ല് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയ്ക്കുള്ളൂ. ഇനി ഇവിടെ വരുന്ന ചാമ പറഞ്ഞില്ല, ഇങ്ങനെ തൂക്കിയിടുന്ന സാധനം, അത് പിന്നെ ഫിഷർ നമ്മള് ചാവാൻ ഇങ്ങനെ ഇതാവുന്നുണ്ടോ, അങ്ങനത്തെ ഓരോ സംഭവങ്ങളാണ് വരുന്നത്. ഓക്കെ, ഹലോ ഗൈസ്. അപ്പൊ നമ്മൾ അറിയാതെ നേരത്തെ വീഡിയോയിലെടുത്ത് അറിയാൻ സ്റ്റക്കായി പോയിട്ട് ഞാനത് ക്ലോസ് ആക്കി കളഞ്ഞു. അപ്പം നമ്മൾ എവിടെയായിരുന്നു നിർത്തിയത്? ഓക്കെ, ഇവിടെ ആയിരുന്നു. നല്ല സ്നിപ്പർ അല്ലേ? ചാർമ് ഞാൻ കാണിച്ചിട്ട് അറിയാതെ ഓഫായി പോയല്ലേ. ഓക്കെ, അടുത്തായിട്ട് ഫിഷറിങ്. ഓക്കെ, ഞാനിത് പറഞ്ഞു ഓരോ സാധനങ്ങള്, അതാണ് നമ്മള് ആദ്യം കഴിയുമ്പോ ഓരോ സാധനങ്ങളായിരുന്നു. അതാണോ? ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരിത്. പിന്നെ ഇവിടുത്തെ ഈ സംഭവങ്ങൾ കൺട്രോൾസ് എലിമിനേഷന്റെ ആണ്, സ്നൈപ്പറിന്റെ പ്ലേ ടൈം അങ്ങനത്തെ കൂട്ടൊക്കെയാണ്. നോട്ട് ടേക്കിംഗ് ഇത് വലിയ കാര്യമായിട്ട് എടുത്ത് ലാസ്റ്റ് ലെവലപ്പം ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ റൈവൽസിന്റെ. ഇനി